ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകളുടെ കൂട്ടത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ അതുപോലെ തന്നെ ടേണർ പരീക്ഷകളുടെ പരീക്ഷാ തീയതി PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബറിലെ പരീക്ഷാ കലണ്ടറിൽ PSC ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള സിലബസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നവംബർ 11-നാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ പരീക്ഷ നടക്കുന്നത്. നവംബർ 14-നാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിന്റെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് PSC ഓൾറെഡി PSCയുടെ പരീക്ഷാ കലണ്ടറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഈ സിലബസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് സിലബസിൽ ഉള്ളത്, സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ടേണറിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണർ 661/2023 ഈ കാറ്റഗറി നമ്പറിന്റെ സിലബസ് ആണ്. ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം തൊട്ടു മുമ്പ് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിന്റെ അതേ സിലബസ് തന്നെയാണ്. I+ ഒക്കെ ഈ കോഴ്സ് നടത്തിക്കൊണ്ടിരുന്നത് ഇത് തന്നെ ഇതേ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഇന്റൻസീവ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. കോഴ്സുകളുടെ ഫിറ്റർ ആണെങ്കിലും ടേണർ ആണെങ്കിലും ഒക്കെ കോഴ്സുകളുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെയുള്ള നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സിലബസിലേക്ക് പോകാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണർ ആണ്. 10 മൊഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പല മൊഡ്യൂളുകളും പല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മിക്കവാറും കൂടുതലും ലെയ്ത്തുമായി ബന്ധപ്പെട്ട ടേണർ ആയതുകൊണ്ട് തന്നെ ലെയ്ത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ടൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. മെഷറിംഗ് ടൂൾസ്, മെഷർമെന്റ്, ലൈൻ സ്റ്റാൻഡേർഡ്, എൻ സ്റ്റാൻഡേർഡ്, പിന്നെ സ്റ്റീൽ റോഡ്, ചില മെഷറിംഗ് ടൂൾസ് ആണ്. ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ചില ടോപ്പിക്കുകൾ റെപ്പറ്റീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു മൊഡ്യൂളിലുള്ള ടോപ്പിക്ക് തന്നെ മറ്റൊരു മൊഡ്യൂളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പക്ഷേ അതിൽ വലിയ മാറ്റമൊന്നും PSC മെനക്കെട്ടിട്ടില്ല. കഴിഞ്ഞ തവണത്തെ സിലബസ് അതേപോലെ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്റ്റീൽ റൂൾ, ഡിഫറൻറ്റ് ടൈപ്സ് അത് തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഹാമർ, ചിസൽ, അതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ടൂൾസിന്റെ കൂട്ടത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചിസൽസിന്റെ ആംഗിൾ, സെലക്ഷൻ ഓഫ് മെറ്റൽസ്, ഫയൽസ്, ഡിഫറൻറ്റ് ടൈപ്സ്, യൂസസ്, ഗ്രേഡ്സ്, ഷേപ്പ്, ഫയൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഹാക്സ് ഓഫ് ഫ്രെയിം, ദെൻ ട്രൈ സ്ക്വയർ, ബെഞ്ച് വൈസ്, അതിന്റെ വൈസിന്റെ അതർ ടൈപ്പുകൾ, ദെൻ ടൈപ്സ് ഓഫ് വൈസസ്, കാലിപ്പേഴ്സ്, ബ്ലോക്സ്, സ്ക്രൈബിംഗ് ബ്ലോക്ക്, സ്ട്രൈറ്റ് എഡ്ജ്, സർഫസ് ഗേജ് അല്ലെങ്കിൽ സ്ക്രൈബിംഗ് ബ്ലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. 5 മാർക്കാണ് ഒന്നാമത്തെ മൊഡ്യൂളിലുള്ളത് എന്നുള്ള കാര്യം കൂടെ മറക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് പഠിക്കുക. രണ്ടാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ടും ഡ്രില്ലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്രിൽ മെഷീൻസ്, അതിന്റെ ഡിഫറൻറ്റ് ടൈപ്സ്, അതിനോടൊപ്പം പഞ്ചസ് പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് പഞ്ചസ് പറയുന്നുണ്ട്, പിന്നീട് നോമൻക്ലേച്ചർ ഓഫ് ഡ്രില്ല്, ദെൻ ടാപ്സിനെ കുറിച്ച് പഠിക്കണം. ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക്, ടാപ്പിംഗ്, ടാപ്പ് എക്സ്ട്രാക്ഷൻ, മെത്തേഡ്സ് ഓഫ് റിമൂവിംഗ് ബ്രോക്കൺ സ്റ്റഡ്സ്, കാൽക്കുലേഷൻ ഇൻവോൾവ് ഇൻ ഫൈൻഡിങ് ഔട്ട് ഡ്രിൽ സൈസ്, മെട്രിക്കിലും ഇഞ്ചിലുള്ള കാൽക്കുലേഷൻ പഠിക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ, അതിനും 5 മാർക്കുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ ലെയ്ത്തിന്റെ ബേസിക്സ് ആണ്. 10 മാർക്ക് ഇതിൽ നിന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ ഈ മൊഡ്യൂളിൽ നിന്ന് വന്നേക്കാം. ഗെറ്റിംഗ് ടു നോ ദ ലെയ്ത്ത്, മെയിൻ കമ്പോണൻസ്, ലിവർ പൊസിഷൻ, ദെൻ മെഷീൻ ആൻഡ് മെഷീൻ ടൂൾ, അതിന്റെ ഹിസ്റ്ററി, കുറച്ച് ഹിസ്റ്ററി ഒക്കെ പഠിക്കേണ്ടതുണ്ട്. ക്ലാസിഫിക്കേഷൻ, ലെയ്ത്തിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ സ്പെസിഫിക്കേഷൻ, ഓരോ പാർട്ടിന്റെയും സ്പെസിഫിക്കേഷൻ, വിവിധ പാർട്ടുകൾ, ടെയിൽ സ്റ്റോക്ക്, ക്യാരേജ് എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ പാർട്ടുകൾ, ദെൻ അതിൻ്റെ ഡ്രൈവ്, ടംബ്ലർ, ഗിയർ, ലെയ്ത്ത്, കട്ടിംഗ് ടൂൾസ്, പല തരത്തിലുള്ള ലെയ്ത്തിന്റെ കട്ടിംഗ് ടൂൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ടൂൾസ്, കാർബൈഡ് ടൂൾസ്, സ്പെസിഫിക്കേഷൻ, ലെയ്ത്ത് ആക്സസറീസ്, ചക്കുകൾ, 3 ജോ ചക്ക്, 4 ജോ ചക്കൊക്കെ ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന്, ഈ മൂന്നാമത്തെ മൊഡ്യൂളിന് 10 മാർക്കാണ് ഉള്ളത്. ലെയ്ത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് തുടങ്ങുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ വെർനിയർ കാലിപ്പർ, അതായത് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. വെർനിയർ കാലിപ്പർ, അതിന്റെ മെഷർമെന്റ്, ഡിജിറ്റൽ വെർനിയർ കാലിപ്പർ, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, ഡിജിറ്റൽ മൈക്രോമീറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ നാലാമത്തെ മൊഡ്യൂളിൽ 10 മാർക്കിന് പഠിക്കാറുള്ളത്. അതേ കാര്യങ്ങൾ തന്നെ അഞ്ചാമത്തെ മൊഡ്യൂളിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഇൻസൈഡ് മൈക്രോമീറ്ററും ഒക്കെ ഈ പറഞ്ഞ വെർനിയർ കാലിപ്പറും ഒക്കെ അഞ്ചാമത്തെ മൊഡ്യൂളിലും പറഞ്ഞിട്ടുണ്ട്. വെർനിയർ കാലിപ്പർ ഇല്ല, മൈക്രോമീറ്റർ വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, റെക്കമെൻഡഡ് സ്പീഡ്, കാൽക്കുലേഷൻ ഇൻവോൾവിംഗ് കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ്, ദെൻ സോഴ്സസ് ഓഫ് എറേഴ്സ്, മൈക്രോമീറ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡ്രിൽ കട്ടിംഗ് ആംഗിൾ, നമ്മൾ മറ്റേ മൊഡ്യൂളിലും പഠിച്ചതാണ്. ഇവിടെയും അത് വീണ്ടും റെപ്പറ്റീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും കൊടുത്തിരിക്കുകയാണ്. ഡ്രില്ലിങ്ങിനെ കുറിച്ചും ബോറിങ്ങിനെ കുറിച്ചും റീമിങ്ങിനെ കുറിച്ചും നമ്മൾ വീണ്ടും ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ആറാമത്തെ മൊഡ്യൂളിൽ 5 മാർക്കാണ് ലൂബ്രിക്കന്റ് ആൻഡ് കൂളന്റ്, അതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. മെത്തേഡ് ഓഫ് ലൂബ്രിക്കേഷൻ, ദെൻ നേളിങ്, അതിന്റെ ഗ്രേഡ്സ് ആൻഡ് കട്ടിംഗ് സ്പീഡ് ഫോർ നേളിങ്, ലെയ്ത്ത്, മാൻഡ്രൽസ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ആറാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഏഴാമത്തെ മൊഡ്യൂളിൽ ലെയ്ത്ത് തന്നെയാണ്. അതിന്റെ
അതിന്റെ കൂടെ ലിമിറ്റ്സ്, ഫിറ്റ്സ് ആൻഡ് ടോളറൻസും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്താണ് ലിമിറ്റ്, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, ഇന്റർചേഞ്ചബിലിറ്റി, ഷാഫ്റ്റ് സൈസ്, ഹോൾ ബേസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 8ാമത്തെ മൊഡ്യൂൾ ടേപ്പറാണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ ഇത്രയും ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ, ടേപ്പർ മാത്രമേ ഉള്ളൂ. പക്ഷേ 15 മാർക്കാണ് 8ാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8ാമത്തെ മൊഡ്യൂൾ പോർഷൻസ് കുറവായിട്ട് നമുക്ക് തോന്നുമെങ്കിലും 15 മാർക്ക് അതിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. 9ാമത്തെ മൊഡ്യൂളിലും അത്യാവശ്യം കാര്യങ്ങൾ 9ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതിന് 15 മാർക്കും കൃത്യമായിട്ടുള്ളൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, സ്ക്രൂ ത്രെഡ്, അതിൻ്റെ ഫോംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെയാണ് 9ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. 10ാമത്തെ മൊഡ്യൂളിലും 15 മാർക്കുണ്ട്. അത് കംപ്ലീറ്റ് CNC ആണ്. CNC കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ് ആണ് ലാസ്റ്റ് മൊഡ്യൂളായിട്ടും കൊടുത്തിരിക്കുന്നത്. CNC ടേണിംഗ് ആണ്. CNC ടേണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ലാസ്റ്റ് മൊഡ്യൂൾ 10ാമത്തെ മൊഡ്യൂളിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. അവസാനത്തെ 3 മൊഡ്യൂളുകളിൽ നിന്ന് 45 മാർക്കിന്റെ പോർഷൻ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തെ 3 മൊഡ്യൂളുകൾ 45 മാർക്കിന്റെ പോർഷൻ ഉണ്ട്. ടേപ്പർ, സ്ക്രൂ ത്രെഡ്, ഡ്രൈവ് ട്രെയിൻ, അതുപോലെ തന്നെ CNC, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിന് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ്. നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരുപാട് അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പോർഷൻസ് ഒന്നും ഇതിനകത്തില്ല. അത്യാവശ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത CNC മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ നിന്ന് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യത കുറവാണ്. നിമി തന്നെ ബേസ് ആയിട്ട് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുടെ സിലബസ് ആണ്. അത് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള, കൺസൈസ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ്. കുറച്ചും കൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഒരു സിലബസ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുടെ ഇവർ പറയുന്നത്. തൊട്ട് മുമ്പ് നടന്ന ഫിറ്ററുടെ പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 100 മാർക്കിനുള്ള ചോദ്യം, 10 മൊഡ്യൂൾ, 10 മാർക്ക് വീതം. മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, അത് ലീനിയർ മെഷർമെന്റ്, സ്ക്രൈബർ, ഡിവൈഡർ, ഡേറ്റം, കാലിപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാർക്കിംഗ് ടൂളിനകത്ത് വരുന്നത്. ദെൻ മൊഡ്യൂൾ 2 ഹാൻഡ് ടൂൾസ്, ആ കൂട്ടത്തിലാണ് ഹാമർ, സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, സ്റ്റീൽ റൂൾ, ഫയൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസിന്റെ കേസിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് 20 മാർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ടേണറിലും പഠിക്കാനും ഉണ്ട്. ദെൻ 3ാമത്തെ മൊഡ്യൂൾ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ്, അതിനകത്താണ് ഫയൽസ് ഒക്കെ ഈ കട്ടിംഗ് ടൂൾസിനകത്താണ് വരുന്നത്. ഫയൽസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഹാക്സ് ഓഫ് ഫ്രെയിം, ദെൻ ഡ്രില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ദെൻ മൊഡ്യൂൾ 4 പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ്, ഇവിടെയാണ് മൈക്രോമീറ്ററും വെർനിയർ കാലിപ്പറും ഗേജസും ഇവിടെയാണ് വരുന്നത്. ഇവിടെയും ലിമിറ്റ്സ്, ഫിറ്റ്സ്, ടോളറൻസ് ഒക്കെ ഇവിടെയും നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു മൊഡ്യൂളിലും പഠിക്കാനുണ്ട്. 4ാമത്തെ മൊഡ്യൂൾ. 5ാമത്തെ മൊഡ്യൂൾ ഫാസ്റ്റനേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ, ഇവിടെ സ്ക്രൂ ത്രെഡ്, ഫാസ്റ്റനേഴ്സ്, റിവെറ്റ്സ്, ദെൻ ബെൽറ്റ് ഡ്രൈവ്, അതിന്റെ സ്ലിപ്പ്, ഗിയർ ഡ്രൈവ്, ക്ലച്ച് ഡ്രൈവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ 5ാമത്തെ മൊഡ്യൂളിലാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ദെൻ 6ാമത്തെ മൊഡ്യൂൾ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അതെന്താണ്, ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ വിവിധ കാര്യങ്ങൾ, അനീലിംഗ്, ഹാർഡനിങ്, കേസ് ഹാർഡനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ 6ാമത്തെ മൊഡ്യൂളിലും. മെറ്റൽസിന്റെ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, കാസ്റ്റ് അയൺ ടൈപ്സ്, സ്റ്റീൽ മേക്കിംഗ് പ്രോസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ 6ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 7ാമത്തെ മൊഡ്യൂൾ ഫോർജിംഗ് ആണ്. ഫോർജിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റിഫ്രാക്ടറി മെറ്റീരിയൽസ്, ഹാൻഡ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് 7ാമത്തെ മൊഡ്യൂളിനകത്തുള്ളത്. 8ാമത്തെ മൊഡ്യൂൾ ഷീറ്റ് മെറ്റലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഷീറ്റ് മെറ്റൽ വർക്ക്, അതെന്തൊക്കെയാണ്, സ്നിപ്സ്, മാലറ്റ്, ഷീറ്റ് മെറ്റൽ ഹാൻഡ് ടൂൾസ്, കോമ്പസ്, സ്റ്റേക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് 8ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ബേസിക് ആയിട്ടുള്ളത്. 9ാമത്തെ മൊഡ്യൂൾ വെൽഡിംഗ് ആണ്. വെൽഡിംഗ് സേഫ്റ്റി, അതിന്റെ എക്യുപ്മെന്റ്സ്, ഗ്യാസ് വെൽഡിംഗ്, ഓക്സി അസൈക്ലിൻ വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് ഫ്ലെയിംസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഗ്യാസ് വെൽഡിംഗ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആർക്ക് വെൽഡിങ്ങിന്റെ കാര്യം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഈ ഒരു മൊഡ്യൂളിൽ പറഞ്ഞിട്ടില്ല. 10 മാർക്ക് അതിനുണ്ട്. ആർക്ക് വെൽഡിംഗ് മെഷീൻസിന്റെ കാര്യവും പറയുന്നുണ്ട്, പക്ഷെ കൂടുതലും ഗ്യാസ് വെൽഡിങ്ങിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് മൊഡ്യൂളായിട്ട് ലെയ്ത്ത് ആണ്. ലെയ്ത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കട്ടിംഗ് ടൂൾ ആംഗിൾസ്, കട്ടിംഗ് ടൂൾ, ത്രെഡ് കട്ടിംഗ്, കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് തുടങ്ങിയ കാര്യങ്ങളും ഈ പറഞ്ഞ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ പരീക്ഷയുടെ സിലബസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്ററും ടേണറും നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ഒരു 80% പോർഷൻസും ഡിഫറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഫിറ്ററും ഈ നമ്മൾ തൊട്ട് മുമ്പുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചവരെ സംബന്ധിച്ച് ഫിറ്ററിന് വേണ്ടി ഒരുപാട് സമയം കളയേണ്ടതില്ലായിരിക്കും. കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിലുണ്ട്, അതൊക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. I+ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് 100% സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഉള്ളത്. മാക്സിമം MCQ ഡിസ്കഷൻസും ക്വിസസുമായിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നല്ല റാങ്കിലേക്ക് കുതിക്കാനായിട്ട് ഒട്ടും സമയം കളയേണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.